എല്ലാവർക്കും നമസ്കാരം. എന്തൊക്കെയുണ്ട് വിശേഷം? ഇപ്പോഴും ശബ്ദം മുഴുവൻ ശരിയായില്ല, ഒന്ന് ക്ഷമിക്കുക കേട്ടോ. പരമാവധി ഉച്ചത്തിൽ പറയാമേ. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് നമുക്ക് നിങ്ങളുടെ പേഴ്സൻ്റെ കറണ്ട് എനർജി, നിങ്ങളോടുള്ള കറണ്ട് എനർജിയും നിങ്ങളുടെ തേർഡ് പേഴ്സണോടുള്ള കറണ്ട് എനർജിയും തമ്മിലൊന്ന് കമ്പയർ ചെയ്ത് നോക്കാം കേട്ടോ. ഏതാണ് കൂടുതലായി നിൽക്കുന്നത് നമുക്കറിയാം. ഇത് നിങ്ങളോടുള്ള കറണ്ട് എനർജി, ഇത് നിങ്ങൾക്കൊരു തേർഡ് പാർട്ടി ഉണ്ടെങ്കിൽ അവരോടുള്ള കറണ്ട് എനർജി. ഓക്കെ, ഓർക്കുക, ഇതൊരു ജനറൽ കളക്റ്റീവ് ടൈംലെസ് റീഡിംഗ് ആണ്. എത്രത്തോളം നിങ്ങൾക്ക് റെസനേറ്റ് ആകുന്നു അത്രത്തോളം മാത്രം എടുക്കുക, ബാക്കി അങ്ങ് വിട്ട് കളയുക കേട്ടോ. ഫോഴ്സ്ഫുള്ളി റെസനേറ്റ് ചെയ്യാൻ ശ്രമിക്കരുത്. ഓക്കെ, ഇതിൽ പോസിറ്റീവ് വന്നാലും നെഗറ്റീവ് വന്നാലും ന്യൂട്രലായി മാത്രം എടുക്കുക. ഓക്കെ, റീഡിങ്ങിലേക്ക് പോകാം. തേർഡ് പാർട്ടി റിലേറ്റഡ് എനർജി ആയതുകൊണ്ടാണ് ഞാൻ എസ്പെഷ്യലി വീണ്ടും എടുത്ത് പറയുന്നത് കേട്ടോ. പേഴ്സണൽ റീഡിങ്ങിൽ കൂടി മാത്രമേ നിങ്ങളുടെ പേഴ്സൻ്റെ യഥാർത്ഥത്തിലുള്ള നിങ്ങളോടുള്ള എനർജി എന്താണെന്നുള്ളത് അറിയാൻ സാധിക്കുള്ളൂ, തേർഡ് പാർട്ടിയോടായാലും കേട്ടോ. അപ്പോൾ പേഴ്സണൽ റീഡിംഗ് അല്ല എന്നുള്ളൊരു ബോധത്തോടെ തന്നെ വേണം നിങ്ങൾ ഇത് കാണാൻ. ആദ്യം നിങ്ങളോടുള്ള കറണ്ട് എനർജി എടുക്കാം. അടുത്തത് നിങ്ങളുടെ തേർഡ് പാർട്ടിയോടുള്ള കറണ്ട് എനർജിയും എടുത്തിട്ട് നമുക്ക് ഒരുമിച്ച് റീഡ് ചെയ്യാം. ഓക്കെ, ഇടയ്ക്കൊരു വീസിങ് പോലെ നിങ്ങൾക്ക് ഫീൽ ചെയ്യും. എനിക്ക് ശ്വാസം മുട്ടുന്നതല്ല, പക്ഷേ ലങ്സ് ഫുൾ കപ്പാസിറ്റിയിലല്ല, അതുകൊണ്ടാണ്. ക്ഷമിക്കുക കേട്ടോ, എനിക്ക് സംസാരിക്കാൻ ബുദ്ധിമുട്ടില്ല. ഡിവൈൻ പ്ലീസ് ഗൈഡ് എൻ്റെ വ്യൂവേഴ്സിനോടുള്ള അവരുടെ പേഴ്സൻ്റെ കറണ്ട് എനർജി എന്താണെന്നൊന്ന് കാണിച്ചു തരും. എൻ്റെ വ്യൂവേഴ്സിനോടുള്ള ഇവരുടെ പേഴ്സൻ്റെ കറണ്ട് എനർജി, വ്യൂവേഴ്സിനോടുള്ള ഇവരുടെ പേഴ്സൻ്റെ കറണ്ട് എനർജി വീണു കേട്ടോ. വ്യൂവേഴ്സിനോടുള്ള അവരുടെ പേഴ്സൻ്റെ കറണ്ട് എനർജി, വ്യൂവേഴ്സിനോടുള്ള ഇവരുടെ പേഴ്സൻ്റെ കറണ്ട് എനർജി. എടുക്കുകയാണെ 3 ആദ്യമേ വീണേ. Ace of Pentacles, good. 9 of Cups, very good. Strength, Devil, Star, Temperance, Wheel of Fortune, Fool. ബോട്ടം ഓഫ് ദി ഡെക്ക് വന്നിട്ട് Ace of Swords. മോശമല്ലാത്ത എനർജി തന്നെയാണ് കേട്ടോ. കൂടുതൽ കാർഡ്സ് സമയം ഉണ്ടെങ്കിൽ എടുക്കാം തീർച്ചയായിട്ടും. ഇനി നിങ്ങളുടെ തേർഡ് പാർട്ടിയോടുള്ളവരുടെ കറണ്ട് എനർജി കൂടെ നോക്കാം. ഡിവൈൻ പ്ലീസ് ഗൈഡ്. എൻ്റെ വ്യൂവേഴ്സിൻ്റെ പേഴ്സൻ്റെ ലൈഫിലൊരു തേർഡ് പാർട്ടി ഉണ്ടെങ്കിൽ ആ തേർഡ് പാർട്ടിയോട് ഉള്ള എൻ്റെ വ്യൂവേഴ്സിൻ്റെ പേഴ്സൻ്റെ കറണ്ട് എനർജി. വീൽ ഓഫ് ഫോർച്യൂൺ താഴെ വീണു കേട്ടോ. വ്യൂവേഴ്സിൻ്റെ പേഴ്സൻ്റെ കറണ്ട് എനർജി അവരുടെ തേർഡ് പാർട്ടിക്കായിട്ട്, തേർഡ് പാർട്ടി അവരുടെ ലൈഫിലുണ്ടെങ്കിൽ ആ വ്യക്തിയോടുള്ളവരുടെ കറണ്ട് എനർജി എന്താണ് എന്നൊന്ന് കാണിച്ചിട്ട്. Knight of Pentacles, 3 of Swords, okay. 2 of Pentacles, okay. 3 of Pentacles, okay. Moon, 6 of Wands, okay. Hermit, Hierophant, Queen of Pentacles, and the bottom of the deck വന്നിട്ട് 4 of Pentacles. ക്ലാരിഫൈ ചെയ്യേണ്ടതെന്ന് ചെയ്യുവേ. എനിക്കിവിടെ 6 of Wands ഒന്ന് ക്ലാരിഫൈ ചെയ്യും. 6 of Wands ഒന്ന് ക്ലാരിഫൈ ചെയ്യും. 6 of Wands, Lovers. ഓക്കെ, ആദ്യം നിങ്ങളോടുള്ള കറണ്ട് എനർജി. നിങ്ങളെ ഒരുപാട് മിസ് ചെയ്യുന്നുണ്ട് ആദ്യമായിട്ട് തന്നെ.
ഓക്കെ. ഇപ്പോൾ നിങ്ങൾ നോക്കുന്ന സമയത്ത് ഇൻസെക്യൂറായിട്ടും ഫീൽ ചെയ്യുന്നുണ്ട്. ഓക്കെ. നിങ്ങളവരെ വിട്ടു പോകുമോ എന്നുള്ളൊരു ഭയം എപ്പോഴും തന്നെ നിങ്ങളുടെ പേഴ്സണ് അലട്ടുന്നതായിട്ട് കാണുന്നു കേട്ടോ. ഏസ് ഓഫ് പെൻഡക്കിൾസ് വെച്ച് നിങ്ങളുമായിട്ടൊരു പുതിയ ബിഗിനിങ് വേണമെന്ന് അവർ ഉറപ്പായിട്ടും ആഗ്രഹിക്കുന്നുണ്ട്. 9 ഓഫ് കപ്സ് വെച്ച് നിങ്ങൾ അവരുടെ ഒരു വിഷ് ഫുൾഫിൽമെൻ്റ് ആണ് എന്ന് തന്നെ അവർ കരുതുന്നു. ജീവിതത്തിൽ മറ്റെല്ലാം ഉണ്ടെങ്കിലും നിങ്ങളും കൂടി ഉണ്ടെങ്കിലേ അത് പൂർണ്ണമാകുന്നുള്ളൂ എന്ന് അവർ ഉറച്ചു വിശ്വസിക്കുന്നു. സ്ട്രെങ്ത് വെച്ച് ചില സാഹചര്യങ്ങൾ ഉണ്ട്, തടസ്സങ്ങളുണ്ട്. അതെല്ലാം ക്ഷമയോടെ മാത്രം ഡീൽ ചെയ്ത് പോകേണ്ട കാര്യങ്ങളാണ്. അതുകൊണ്ട് തന്നെ എടുത്തു ചാടിയൊന്നും തീരുമാനിക്കാതെ പതുക്കെ മുന്നോട്ട് പോകാം എന്നുള്ള ആലോചനയിൽ തന്നെയാണ് അവരിയ്ക്കുന്നത് കേട്ടോ. ഡെവിൾ വെച്ചിട്ട് നിങ്ങളെക്കുറിച്ച് ഒബ്സസ്ഡ് ആയിട്ട് ചിന്തിക്കുന്നതായിട്ട് കാണുന്നു. നിങ്ങൾ അവർക്കൊരു അഡിക്ഷൻ പോലെയാണ്. ഓക്കെ. അതായത് നിങ്ങളില്ലാതെ അവർക്ക് പറ്റില്ല എന്നുള്ളൊരു ചിന്തകളാണ്. നെഗറ്റീവ് തോട്ട്സും ഇവരെ ഭരിക്കുന്നുണ്ട് കേട്ടോ. അതായത് നിങ്ങൾ വിട്ടുപോകും എന്നുള്ള ഞാൻ പറഞ്ഞില്ലേ, ആ ഒരു ഇൻസെക്യൂരിറ്റി അവർക്ക് എപ്പോഴും തന്നെ ഫീൽ ചെയ്യുന്നുണ്ട് കേട്ടോ. കുറച്ച് ആ പേടി വേണം അല്ലേ? കാരണം നമ്മളെപ്പോഴും അവൈലബിൾ ആണ് എന്നൊരു ഫീലിംഗ് വന്നു കഴിഞ്ഞാൽ എന്ത് പറ്റും, നമ്മളെ വിലയില്ലാതാവും. അപ്പോൾ എപ്പോഴും ആ ഒരു ഇൻസെക്യൂരിറ്റി ഉള്ളത് നല്ലത് തന്നെയാണെന്നേ ഞാൻ പറയുള്ളൂ. സ്റ്റാർ വെച്ചിട്ട് നിങ്ങൾ അവരുടെ ലൈഫിൽ ഒരുപാട് ഭാഗ്യം കൊണ്ടുവന്ന വ്യക്തിയാണ്. നിങ്ങൾ അവരുടെ ലക്കി ചാമാണ് എന്ന് തന്നെ ഇവർ ഉറച്ച് വിശ്വസിക്കുന്നു കേട്ടോ. നിങ്ങൾ അവരുടെ വീണ്ടും ഒരു വിഷ് ഫുൾഫിൽമെൻ്റ് ആയിട്ട് തന്നെയാണ് അവർ കാണുന്നത്. നിങ്ങളെന്നും അവരുടെ ലൈഫിൽ പ്രകാശമായിട്ട് കൂടെ വേണം എന്നവർ ചിന്തിക്കുന്നുണ്ട്. ടെമ്പറൻസ് വെച്ച് നിങ്ങളുടെ റിലേഷനിൽ എന്തൊക്കെ തടസ്സങ്ങളുണ്ടെങ്കിലും പ്രശ്നങ്ങളുണ്ടെങ്കിലും അതെല്ലാം പരിഹരിച്ച് നിങ്ങളുമായിട്ടൊരു ഈക്വൽ ബാലൻസിലെത്തണമെന്നും നിങ്ങളുടെ റിലേഷൻഷിപ്പ് നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കണമെന്ന് ഇവർ പ്രാർത്ഥിക്കുന്നുണ്ട്. അതിനു വേണ്ടി ശ്രമിക്കുന്നുമുണ്ട് കേട്ടോ. ഡിവൈൻ്റെ അടുത്ത് പ്രാർത്ഥിക്കുന്നുണ്ട് അവർ. അതിന് വേണ്ട കാര്യങ്ങൾ ഇപ്പോൾ ഹീലിംഗ് വേണ്ടവിടെ അത് ചെയ്യുന്നുണ്ട്. അത് ഇമ്പ്രൂവ് ചെയ്യാനുള്ള കാര്യങ്ങളെല്ലാം തന്നെ അവരുടെ ഭാഗത്തു നിന്നും അവർ ചെയ്യുന്നുണ്ട് കേട്ടോ. വീൽ ഓഫ് ഫോർച്യൂൺ വെച്ച് ഈ സമയവും മാറി വരും. തടസ്സങ്ങളുണ്ടെങ്കിൽ അതെല്ലാം മാറി നിങ്ങളുടെ സൈഡിലേക്ക് ഒരു പോസിറ്റിവിറ്റി വരുമെന്ന് തന്നെ അവർ ഉറച്ചു വിശ്വസിക്കുന്നു. ഫൂള് വെച്ചിട്ട് വീണ്ടും തടസ്സങ്ങളെല്ലാം അവർക്കറിയാം. ഇന്ന പ്രശ്നങ്ങളുണ്ട്. ഏത് റിലേഷൻഷിപ്പിലും ഇഷ്യൂസ് കാണും അല്ലേ? അങ്ങനെ ഒരു ഇഷ്യൂ ഇല്ലാത്ത യാതൊരു റിലേഷൻഷിപ്പും കാണില്ല. അതെന്ത് തന്നെ ആയാലും ആ റിസ്ക് ഫാക്ടേഴ്സ് എല്ലാം മുന്നിൽ കണ്ടുകൊണ്ട് തന്നെ സൂക്ഷിച്ച് ക്ഷമയോടെ കാര്യങ്ങൾ ഡീൽ ചെയ്ത് നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ മുന്നോട്ട് തന്നെ പോകണം എന്ന് തന്നെയാണ് അവരുടെ മനസ്സിൽ. ഓക്കെ. ഏസ് ഓഫ് സോർട്സ് വെച്ചിട്ട് അവർക്ക് ഒരു റിയാലിറ്റി ചെക്ക് കിട്ടിയിട്ടുണ്ട്. എന്താണ് അവർക്ക് മനസ്സിലായത് എന്താണ്? അവർക്ക് നിങ്ങളില്ലാതെ അവർക്ക് പറ്റില്ല. അത് തന്നെ നിങ്ങളോടുള്ള സ്നേഹം എന്താണ് എന്നവർ വ്യക്തമായിട്ട് തന്നെ മനസ്സിലാക്കി കേട്ടോ. ഗിവ് മീ സം മോർ കാർഡ്സ്. ദ ഹാങ്ഡ് മാൻ അവർ ചില സിറ്റുവേഷൻസിൽ സ്റ്റക്കായിട്ട് നിൽക്കുന്നതായിട്ട് കാണുന്നുണ്ട്. അതൊക്കെ തരണം ചെയ്യാൻ സാധിക്കുമെന്ന് തന്നെയാണ് അവർ വിശ്വസിക്കുന്നത് അല്ലേ? അങ്ങനെ സ്റ്റക്കായിട്ട് നിൽക്കുന്നുണ്ടെങ്കിൽ അവരുടെ ചിന്തകൾ മാറി വരുന്നുണ്ട്. അതിൽ നിന്നും ആ സ്റ്റക്നെസ്സിൽ നിന്നും ഒരു മോചനം അവർക്ക് പോസിബിളാണ്. അതായത് വീൽ ഓഫ് ഫോർച്യൂണിൻ്റെ എനർജി അവിടെ ഉണ്ടല്ലോ, അതെല്ലാം മാറി ഒരു പോസിറ്റിവിറ്റിയിലേക്ക് കാര്യങ്ങൾ വരുമെന്ന് അവർ ഉറച്ച് വിശ്വസിക്കുന്നുണ്ട് കേട്ടോ. ലവേഴ്സ് നിങ്ങളെപ്പറ്റി ഒരുപാട് സ്നേഹം തന്നെയാണ് അവർക്ക്. ഉറപ്പായിട്ടും നിങ്ങൾ അവരുടെ ഒരു പാസ്റ്റ് ലൈഫ് കണക്ഷനാണ് എന്നൊക്കെ തന്നെയാണ് അവരിപ്പോഴും വിശ്വസിക്കുന്നത്. എന്ത് സ്റ്റക്ക് സിറ്റുവേഷൻ ആയാലും എന്ത് തന്നെ ആയാലും അവരതിൽ നിന്നും തരണം ചെയ്ത് മുന്നോട്ട് വരുമെന്ന് തന്നെ അവർ വിശ്വസിക്കുന്നുണ്ട് കേട്ടോ. 4 ഓഫ് കപ്സ് നിങ്ങളെ മിസ്സ് ചെയ്യുന്നുണ്ട്. ഒരുപാട് മിസ്സിങ് എനർജിയിൽ ഇരിക്കുന്നതായിട്ടും കാണുന്നു. ചിലരെങ്കിലും ഒരു പക്ഷേ വിട്ട് ഇരിക്കുകയായിരിക്കും. ഒന്നുകിൽ ലോങ് ഡിസ്റ്റൻസ് ആയിരിക്കാം. അങ്ങനെ എന്തെങ്കിലും അതായത് എപ്പോഴും കാണാൻ പറ്റാത്തൊരു സിറ്റുവേഷൻ ഉണ്ടായിരിക്കും. അവിടെ നിങ്ങളെ മിസ് ചെയ്യുന്നതായിട്ട് കാണുന്നു. ക്വീൻ ഓഫ് കപ്സ് നിങ്ങളെ പ്രതി ഇമോഷൻസ് ഉണ്ട് അവർക്ക് കേട്ടോ. അതായത് ചുമ്മാ പുറമേക്ക് സ്നേഹം കാണിക്കുന്നതൊന്നുമല്ല, ഉള്ളിൽ തട്ടിയ സ്നേഹം തന്നെയാണ് നിങ്ങളുടെ അടുത്ത്, നിങ്ങളുടെ പേഴ്സൺ എന്ന് തന്നെയാണ് അവിടെ കാണുന്നത് കേട്ടോ. രണ്ട് കാർഡ് എടുത്തിട്ട് അടുത്ത നിങ്ങളുടെ തേർഡ് പാർട്ടിയിലേക്ക് പോകാം. 2-3 കാർഡ് കൂടെ തരും. 1-2 കാർഡ് കൂടെ തരും. എൻ്റെ വ്യൂവേഴ്സിന് വേണ്ടിയിട്ടുള്ള അവരുടെ പേഴ്സൻ്റെ കറണ്ട് എനർജി. നൈറ്റ് ഓഫ് വാൺസ് നിങ്ങളെ പ്രതി ഹൈലി പാഷനേറ്റ് ആയിട്ട് തന്നെയാണ് അവർ ഫീൽ ചെയ്യുന്നത്. നിങ്ങളെന്നും അവരുടെ ലൈഫിൽ വേണം, അവരുടെ പാർട്ട്ണറായിട്ട് അവർക്ക് സ്നേഹിക്കാൻ
എന്ന് തന്നെ അവർ കുറച്ച് വിശ്വസിക്കുന്നു. നൈറ്റ് ഓഫ് കപ്സ്. അവർ നിങ്ങളോട് എന്തെങ്കിലും തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ, അല്ലെങ്കിൽ നിങ്ങളെ വിഷമിപ്പിക്കുന്ന രീതിയിൽ അവരെന്തെങ്കിലും പെരുമാറിയിട്ടുണ്ടെങ്കിൽ അതിന് മാപ്പ് ചോദിക്കാനും അവർ തയ്യാറാണ് എന്നുള്ള രീതിയിൽ തന്നെയാണ് അവർ ചിന്തിക്കുന്നത് കേട്ടോ. എന്തെങ്കിലും രീതിയിൽ നിങ്ങളെ അവരുടെ ലൈഫിലേക്ക് വീണ്ടും കൊണ്ടുവരണം. അവർക്ക് നിങ്ങളെ വിട്ടുപോകുന്ന കാര്യമൊന്നും ചിന്തിക്കാൻ പോലും സാധിക്കില്ല എന്നുള്ള എനർജി തന്നെയാണ് ഇന്നും നമുക്ക് കിട്ടുന്നത്. ഓക്കെ, നേരത്തെ നിങ്ങളുടെ പേഴ്സൻ്റെ തേർഡ് പാർട്ടിയുടെ എനർജിയിൽ വീൽ ഓഫ് ഫോർച്യൂൺ താഴേക്ക് വീണിട്ടുണ്ടായിരുന്നു. ഞാനത് എടുക്കാൻ പോവുകയാണ്. ഇനി നിങ്ങളുടെ തേർഡ് പേഴ്സൻ്റെ അടുത്ത് ഉള്ള അവരുടെ എനർജി നൈറ്റ് ഓഫ് പെൻറ്റക്കിൾസ് വെച്ച് അവരുടെ തമ്മിലുള്ള പരസ്പരം തന്നെ ഒരു സ്ലോയിങ് ഡൗൺ എനർജിയിലാണ് കാണുന്നത്. ഭയങ്കരമായിട്ടൊരു പാഷനോ അങ്ങനെയൊന്നും അവിടെ കാണുന്നില്ല പരസ്പരം. പലർക്കും ഒരു ഹാർട്ട് ബ്രേക്ക് സിറ്റുവേഷൻ അവിടെ ഓൾറെഡി ഉള്ളതായിട്ട് കാണുന്നു. അതായത് ഇവർ ഓൾറെഡി ഇവരുടെ തേർഡ് പേഴ്സണിൽ നിന്നും സെപ്പറേറ്റഡ് ആയിട്ടായിരിക്കും ഇപ്പോൾ ഇരിക്കുന്നുണ്ടാവുക. ഓക്കെ, അവിടെ ഒരു ഹാർട്ട് ബ്രേക്ക് സിറ്റുവേഷനാണ്. അവർക്കും അതൊരു ഹാർട്ട് ബ്രേക്ക് സിറ്റുവേഷനാണ്, ഇവർക്കും അതൊരു ഹാർട്ട് ബ്രേക്ക് സിറ്റുവേഷനാണ്. നിങ്ങളുടെ പ്രസൻസ് ആ റിലേഷൻഷിപ്പിൽ കാണുന്നു. ഓക്കെ, 2 ഓഫ് പെൻറ്റക്കിൾസ് വീണ്ടും അത് തന്നെയാണ്, ഒരു ജഗ്ലിങ്ങിൽ നിൽക്കുന്നതായിട്ടാണ് കാണുന്നത്. ഓക്കെ, അതായത് നിങ്ങളുടെ പ്രസൻസ് വീണ്ടും അവിടെ കാണുന്നു. അതായത് നിങ്ങളുടെ തേർഡ് പാർട്ടിയുടെയും നിങ്ങളുടെ പേഴ്സൻ്റെയും റിലേഷൻഷിപ്പിൽ ഇടയിൽ നിങ്ങളുണ്ട് എന്നുള്ളതിൻ്റെ കൺഫർമേഷനാണത്. അത് നിങ്ങളുടെ പേഴ്സണെ അതാകെ ഒരു ജഗ്ലിങ്ങിൽ നിർത്തുന്നതായിട്ട് കാണുന്നുണ്ട് കേട്ടോ. 3 ഓഫ് പെൻറ്റക്കിൾസ് വെച്ചിട്ട് പലരുടെയും ഈ തേർഡ് പേഴ്സൺ വളരെ കൺട്രോളിംഗ് ആയിട്ട് ഒരു വ്യക്തിയായിരിക്കും. ഒരുപാട് നിങ്ങളുടെ പേഴ്സണെ കൺട്രോൾ ചെയ്യുന്ന ഒരു വ്യക്തിയായിരിക്കണം ഈ തേർഡ് പാർട്ടി. ഓക്കെ, അവിടെ അവരൊട്ടും ഹാപ്പി അല്ല എന്ന് കാണുന്നു. മൂണിൻ്റെ എനർജിയാണ്. സങ്കടപ്പെട്ട് ഇരിക്കുന്ന ഓവർ കൺട്രോളിംഗ് ആണ്. അതുകൊണ്ട് തന്നെ അവർക്ക് അവിടെ ഒരു സന്തോഷമല്ല. ഈ സിറ്റുവേഷൻ മാറി വരില്ലേ എന്നുള്ള ഒരു ചിന്ത അവരെ അലട്ടുന്നതായിട്ടും കാണുന്നുണ്ട് കേട്ടോ. ലവേഴ്സിൻ്റെയും കാർഡ് അവിടെ ഇരിക്കട്ടെ, ഞാൻ ലാസ്റ്റിൽ പറയാം. വല്ലാത്തൊരു ഒറ്റപ്പെട്ട ഫീലിങ്ങിൽ ഇരിക്കുന്നതായിട്ട് തന്നെയാണ് കാണുന്നത്. നിങ്ങളുടെ പേഴ്സൺ അവിടെ ഒട്ടും ഹാപ്പി ആയിട്ട് കാണുന്നില്ല കേട്ടോ. സൊസൈറ്റിക്ക് വേണ്ടിയിട്ട് അവർ ഒരു മാരീഡ് പേഴ്സൺ ആയിരിക്കാം നിങ്ങളുടെ പേഴ്സൺ. ഈ തേർഡ് പേഴ്സൺ എന്ന് പറയുന്ന അവരുടെ സ്പൗസും ആയിരിക്കാം. സൊസൈറ്റിക്ക് വേണ്ടിയിട്ട് അല്ലെങ്കിൽ റിലീജിയസ് ബിലീവ്സിന് വേണ്ടിയിട്ട് അവരുടെ റിലിജൻ സംബന്ധമായ ആ ഒരു വിശ്വാസങ്ങളുണ്ടല്ലോ, ആ വിശ്വാസങ്ങൾക്ക് വേണ്ടിയിട്ട് അവർ ആ മാരേജിൽ കണ്ടിന്യൂ ചെയ്യുന്നതായിട്ടാണ് കാണുന്നത്. അല്ലെങ്കിൽ സമൂഹത്തിൽ ഇവർക്കുള്ള പദവി, നിലയും വിലയും പദവി അങ്ങനെയൊക്കെ ഉണ്ടല്ലോ, അതിന് വേണ്ടിയിട്ട് അവർക്ക് ഒരു സെപ്പറേഷൻ പോസിബിൾ അല്ല. അതുകൊണ്ട് അതവിടെ മുന്നോട്ട് പോകുന്നു. ഇവരുമായിട്ട് ഫൈനാൻഷ്യൽ ഗിവ് ആൻഡ് ടേക്ക് ഉണ്ട് ഇവർക്ക്. അതായത് ആ ഫാമിലിക്ക് വേണ്ടിയിട്ടുള്ള സാമ്പത്തിക സഹായങ്ങൾ നിങ്ങളുടെ പേഴ്സൺ ചെയ്യുന്നതായിട്ടും കാണുന്നുണ്ട്. സാമ്പത്തിക കൈമാറ്റം ഇവരുടെ ഇടയിൽ നടക്കുന്നുണ്ട്. അതായത് ഒരു ഫാമിലിക്ക് വേണ്ട പ്രൊട്ടക്ഷൻ അവർ അവിടെ കൊടുക്കുന്നുണ്ട്. സാമ്പത്തികപരമായിട്ട് കുട്ടികളൊക്കെ ഉണ്ടെങ്കിൽ അവരുടെ പഠിത്തം, അതേപോലെ വൈഫ് അല്ലെങ്കിൽ ഹസ്ബൻഡ് അവരുടെ കാര്യങ്ങൾ ശ്രദ്ധിക്കുക, അവരെ പ്രൊട്ടക്റ്റ് ചെയ്യുക, അതെല്ലാം അവിടെ നടക്കുന്നുണ്ട് കേട്ടോ. പക്ഷേ സൊസൈറ്റിക്ക് വേണ്ടിയിട്ട് പുറമേക്ക് കാണിക്കാൻ വേണ്ടിയിട്ടാണ് അവിടെ ഒരു ഇമോഷണൽ അറ്റാച്ച്മെൻറ്റ് ഉള്ളതായിട്ട് കാണുന്നില്ല. പല കാര്യങ്ങളും നിങ്ങളുടെ പേഴ്സൺ തേർഡ് പേഴ്സണിൽ നിന്നും മറയ്ക്കുന്നതായിട്ടും കാണുന്നുണ്ട്. എസ്പെഷ്യലി എന്ത് കാര്യമാണ് മറയ്ക്കുന്നത്? നിങ്ങളുടെ കാര്യം. ഇവർ ഒരു നിങ്ങളുമായിട്ടൊരു സോൾ കണക്ഷൻ അവർക്ക് ഫീൽ ചെയ്യാറുണ്ട്. നിങ്ങളുമൊത്താണ് അവർ ഹാപ്പി ആയിരിക്കുന്നത് എന്നൊക്കെയുള്ള കാര്യങ്ങൾ അവരുടെ തേർഡ് പേഴ്സണിൽ നിന്നും ടോട്ടലി മറയ്ക്കുന്നതായിട്ട് കാണുന്നുണ്ട്. എന്തുകൊണ്ടാണ് മറയ്ക്കുന്നത്? സമാധാനപരമായി ജീവിതം മുന്നോട്ട് പോകട്ടെ എന്നുള്ള രീതിയിൽ ആ തേർഡ് പേഴ്സണിൽ നിന്നും നിങ്ങളുടെ കാര്യം ടോട്ടലായിട്ട് മറച്ചു പിടിക്കുന്നതായിട്ട് കാണുന്നുണ്ട്. കാരണം ഇവർ അറിഞ്ഞാൽ അത് വലിയ പ്രശ്നങ്ങൾ ഉണ്ടാകുമെന്ന് നിങ്ങളുടെ പേഴ്സൺ വിചാരിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ മനസ്സിൽ ഈ കാര്യങ്ങളെല്ലാം അടക്കി പിടിക്കുന്നതായിട്ടാണ് കാണുന്നതെന്ന് വെച്ചാൽ അഡ്ജസ്റ്റ്മെൻറ്റിൽ കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാനാണ് നിങ്ങളുടെ പേഴ്സൺ ശ്രമിക്കുന്നത് കേട്ടോ. സമോ കാർഡ്സ് ഡിവൈൻ തേർഡ് പാർട്ടിയുടെ അടുത്തുള്ള എനർജിക്ക് വേണ്ടിയിട്ട് കുറച്ച് കാർഡ്സ് കൂടെ തരും. ഹെർമിറ്റ് വീണ്ടും ഒരു ഒറ്റപ്പെട്ട ഫീലിങ്ങിലാണ് അവർ അവിടെ നിൽക്കുന്ന. അവർ കുടുംബത്തിൽ നിൽക്കുമ്പോഴും തേർഡ് പാർട്ടിയുടെ കൂടെ നിൽക്കുമ്പോഴും ഒരുമിച്ച് ഒരു വീട്ടിലൊക്കെ തന്നെ ആണെങ്കിൽ പോലും അവിടെ മാനസികമായിട്ട് ഇവരൊരു ഒറ്റപ്പെട്ട ഫീലിങ്ങിൽ നിൽക്കുന്നതായിട്ടാണ് കാണുന്നത്. പലർക്കും സാമ്പത്തികമായിട്ടുള്ള പ്രശ്നങ്ങളും അവരവിടെ ഫേസ് ചെയ്യുന്നതായിട്ട് കാണുന്നുണ്ട് കേട്ടോ.
ഫാമിലിക്ക് വേണ്ടിയിട്ട് അവിടെ പ്രൊവൈഡ് ചെയ്യേണ്ട ആവശ്യമുണ്ട്. അതിനുവേണ്ടി അവർ ഹാർഡ് വർക്ക് ചെയ്യുന്നതായിട്ടും കാണുന്നു. ജോലിയിൽ ശ്രദ്ധിക്കുന്നുണ്ട്. വീട്ടിലെ ആവശ്യങ്ങളെല്ലാം തന്നെ അവർ വളരെ കാര്യമായിട്ട് തന്നെ ചെയ്ത് കൊടുക്കുന്നുണ്ട്. വീണ്ടും അതിൻ്റെ കൺഫർമേഷനാണത്. 10 ഓഫ് പെൻറ്റിക്കിൾസ്. ഫാമിലി എന്ന് പറയുന്നത് അവരുടെ റെസ്പോൺസിബിലിറ്റിയാണ്. ഓക്കെ, അവർക്ക് വേണ്ടി എന്താ പറയുക, പൈസ സമ്പാദിക്കുക, അവരെ സേഫാക്കുക എന്നൊക്കെയുള്ള കാര്യങ്ങളുണ്ടല്ലോ. ഒരു ഫാമിലി ആകുമ്പോൾ, ഒരു ഹസ്ബൻഡ് അല്ലെങ്കിൽ ഒരു വൈഫ് ആകുമ്പോൾ അവർക്ക് അവരുടെ ഫാമിലിയോട് ചില റെസ്പോൺസിബിലിറ്റീസ് ഉണ്ട്. അവിടെ കുട്ടികൾ ഇൻവോൾവ് ആയിരിക്കാം, പാരൻസ് ഇൻവോൾവ് ആയിരിക്കാം അല്ലേ. അതുകൊണ്ട് തന്നെ ആ കാര്യങ്ങളെല്ലാം അവരവിടെ വളരെ കൃത്യമായിട്ട് തന്നെ ചെയ്യുന്നതായിട്ട് കാണുന്നു കേട്ടോ. 2 കാർഡ് കൂടെ എടുത്തിട്ട് നിർത്താം. പലരുടെയും ഇടയിൽ ഒരു ഈഗോ ഇഷ്യൂ ഉള്ളതായിട്ട് കാണുന്നു. അതായത് നിങ്ങളുടെ അല്ല, നിങ്ങളുടെ പേഴ്സൻ്റെയും തേർഡ് പാർട്ടിയുടെയും ഇടയിൽ വളരെ സ്ട്രോങ് ആയിട്ടുള്ള ഈഗോ ഇഷ്യൂസ് നിലനിൽക്കുന്നതായിട്ട് കാണുന്നുണ്ട്. വഴക്ക്, അങ്ങനെയൊക്കെ, വാക്ക് തർക്കങ്ങൾ, ക്ഷമാപണം പറയാതിരിക്കുക, അങ്ങനെ രണ്ടുപേരും തന്നെ അവരുടെ നിലപാടിൽ ഉറച്ചു നിൽക്കുകയും അതൊരു ക്ലാഷിൽ കലാശിക്കുകയും ചെയ്യുന്നതായിട്ടും അവിടെ കാണുന്നുണ്ട് കേട്ടോ. രണ്ടുപേരുടെ ഇടയിലൊരു ടവർ മൂവ്മെൻറ്റ്, പലരുടെയും ഇടയിൽ, അതായത് ടവർ മൂവ്മെൻറ്റ് അവിടെ വരുന്നത്. ഇവർ ഫൈനാൻഷ്യൽ റെസ്പോൺസിബിലിറ്റീസ് എല്ലാം തന്നെ അവിടെ ചെയ്യുന്നുണ്ട്. പക്ഷെ മാനസികമായിട്ട് ഒരകൽച്ച അവരുടെ ഇടയിൽ വരുന്നതായിട്ട് ആണ് കാണുന്നത്. ഓക്കെ, എന്ന് വെച്ചാൽ ഫൈനാൻഷ്യലി അവരെ പ്രൊട്ടക്റ്റ് ചെയ്യേണ്ട കാര്യങ്ങളെല്ലാം നിങ്ങളുടെ പേഴ്സൺ ചെയ്യുന്നുണ്ട്. പക്ഷെ അവിടെ ഈ ഒരു ഇമോഷണൽ ഇൻവോൾവ്മെൻറ്റ് തീരെ ഉള്ളതായിട്ട് കാണുന്നില്ല. ഓക്കെ, അപ്പോൾ ഇതായിരുന്നു നിങ്ങളോടുള്ള എനർജിയും നിങ്ങളുടെ തേർഡ് പേഴ്സൻ്റെ അടുത്തുള്ള എനർജി ഇന്നത്തെ. ഓക്കെ, അപ്പോൾ വേറെന്താണ്? അപ്പോൾ ആദ്യമായിട്ടാണ് നിങ്ങൾ ചാനൽ കാണുന്നതെങ്കിൽ ദയവായി ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ഹൈപ്പും കൂടെ ഒന്ന് ചെയ്ത് തരണേ. അതേപോലെ വേറെന്താണ്, പേഴ്സണൽ റീഡിങ് വേണ്ടവർ സ്ക്രീനിൽ നമ്പർ കൊടുത്തേക്കാം, കോൺടാക്റ്റ് ചെയ്തോളൂ കേട്ടോ. അതുപോലെ പുതിയൊരു വീഡിയോ ആയിട്ട് നമ്മൾ തമ്മിൽ കാണും വരെ എല്ലാവരും ഹാപ്പി ആയിരിക്കുക, സേഫ് ആയിരിക്കുക, സമാധാനമായിട്ടിരിക്കുക, ഡിവൈനുമായിട്ട് കണക്റ്റഡ് ആയിട്ടിരിക്കുക. ഓക്കെ, ഗോഡ് ബ്ലെസ് യു, ബൈ.